ഇപ്പോ ലവ് ഫോർ സെയിൽ എന്ന് പറയുന്ന ഒരു ലെസ്ബിയൻ മൂവി ചെയ്തല്ലോ. അപ്പൊ ഈ ലെസ്ബിയൻ എന്ന് പറയുന്നത് ഇപ്പൊ ഭയങ്കര ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഫാമിലി ലൈഫ് ബോധമില്ലാത്ത ആൾക്കാർ ചോദിക്കും പോലെ നമ്മളത് കൊച്ചു പിള്ളേർ ശ്രദ്ധിക്കില്ല. നമ്മള് കൊച്ചു പിള്ളേർ ശ്രദ്ധിക്കാൻ എനിക്കിപ്പം ഇത്രയും ഏജ് ആയെങ്കിൽ പോലും എല്ലാരും എന്നോട് പറയും കൊച്ചു പിള്ളേരെ പോലെ ആ സംസാരിക്കുന്നു അല്ലെ ആറ്റിറ്റ്യൂഡ് ഒക്കെ അതുപോലെയാണ്. അപ്പൊ നമ്മൾ അതാണ് വേണ്ടത് അല്ലേ. നമുക്ക് എത്ര ഏജ് ആയാലും നമ്മൾ തള്ള വൈബ് കാണിക്കാതിരിക്കുക, തന്ത വൈബ് കാണിക്കാതിരിക്കുക. ഒന്ന് ഇങ്ങനെ കാണിക്കാനായിട്ട് അങ്ങനെ പറയണ കമന്റിൽ തന്ത വൈബ് തള്ള വൈബ് എന്നൊക്കെ. കാര്യത്തിൻ്റെതായ കാര്യങ്ങൾക്ക് നമ്മൾ കുറച്ച് തന്തയും തള്ളയൊക്കെ വൈകി വേണം. അല്ലാത്ത കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ നമ്മൾ ചിരിച്ച് കളിച്ച് എനിക്ക് ഇങ്ങനത്തെ ചെറിയ ഡ്രസ്സ് ഇടാനും ഒക്കെ എന്റെ ചെറുപ്പം മുതൽ എന്റെ ആഗ്രഹം എനിക്ക് ഇടാൻ സാധിച്ചിട്ടില്ല. അപ്പൊ ഞാനിപ്പോ കുഞ്ഞുടുപ്പുകളൊക്കെ ഞാൻ ഇടും. എന്താ പറയാ ഈ ജീൻസ് ടോപ്പ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഞാൻ മേടിച്ചിടും. ഇതൊക്കെ ഞാൻ മേടിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടം അങ്ങനത്തെ ഇടാം. ഞാൻ ഓരോ വെറൈറ്റി കൊണ്ടുവരും. ഇതിപ്പോ ഞാൻ ഇട്ടെങ്കിൽ സാരിയുടെ ബ്ലൗസ് ആയത് ഇത് വേറെ അങ്ങനെ ഞാൻ ഇതിലൊക്കെ വെറൈറ്റി കൊണ്ടുവരും. കൊള്ളാം, പക്ഷെ ചേരുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞത് അതല്ല ഭംഗിയായിട്ടുള്ളത്. ഞാൻ അങ്ങനെ ഓരോ വെറൈറ്റി ഒക്കെ കൊണ്ടുവരും. ഇപ്പൊ അന്ന നേരത്തെ ചോദിച്ചത് ലെസ്ബിയൻ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ട്രെൻഡാണ്. അപ്പൊ ശരിക്കും ചിലവര് പറയുന്നു അത് ശരിയായ കാര്യമല്ല, അത് ഭയങ്കര തെറ്റാണ്. ഒരു മാനസികാവസ്ഥയാണ്. ഇപ്പൊ ലെസ്ബിയൻസ് ഉണ്ടാവും, ഗേ ഉണ്ടാവും. ഇതൊക്കെ ജന്മം അവർക്ക് അല്ല, ദൈവം അവർക്ക് കൊടുത്തേക്കുന്നത് ജന്മങ്ങളാ. നമ്മൾ ജഡ്ജ് ചെയ്യാൻ വേണ്ടിട്ട് ആരാ? അതിലുപരി അവരൊരു മനുഷ്യരാണ് അല്ലേ. അങ്ങനെ കാണുക. ട്രാൻസ്ജെൻഡേഴ്സ് അവരെയൊക്കെ തെറി പറയുന്ന മോശമുള്ള പരിപാടികൾ. അതൊക്കെ അവർക്ക് ജീവിക്കട്ടെ. അവർക്ക് എല്ലാവർക്കും ഇപ്പം നമ്മുടെ നാട്ടിൽ ജീവിക്കാനുള്ള അവകാശമുണ്ട്. എല്ലാവരും ജീവിക്കട്ടെ. അവരവരുടെ സന്തോഷം അവർക്ക് കിട്ടുന്ന രീതി എന്താണോ അത് അവർ സന്തോഷിക്കട്ടെ. ഈയിടെ തന്നെ ഒരു റീൽസ് ചെയ്തിട്ട് മരിച്ചില്ലേ, എന്താ പറയാ പേരെന്താ, ജുനൈദ്. തലേ ദിവസം വരെ തെറിയോട് തെറിയായിരുന്നു. മരിച്ചു കഴിഞ്ഞപ്പോ തന്നെ അയ്യോ എന്ത് നല്ലവനായിരുന്നു, എന്ത് എത്രയുള്ള മനുഷ്യന്മാരുടെ കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ റീല് ചെയ്ത് നമ്മൾ ഇട്ടുമ്പോ ജീവിച്ചിരിക്കുന്ന ഒരാളെ പറ്റി എവിടെയോ കിടക്കുന്ന ആൾക്കാർ വരെ ഇറങ്ങി വരും തെറി വിളിക്കാനായിട്ട്. മരിച്ചു പോയി ഇവര് പെട്ടെന്ന് നല്ലവരാകും. എന്താണ് അങ്ങനെയെന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ ഈ പൊതുവെ പറയാറുണ്ട് നമ്മുടെ മലയാളികൾക്ക് ഒരാളെ വിലയിരുത്താൻ അല്ലെങ്കിൽ ഒരാളെ പറ്റിയിട്ട് പറയാൻ നല്ല കഴിവാണ് ക്രിറ്റിസിസം എന്ന് പറയുന്നത്. അതെ, അത് നേരിട്ടല്ല, കമന്റ് ബോക്സിൽ കൂടെ മാത്രം കാണിക്കുന്ന ഒരു ധൈര്യം പ്രത്യേകം മലയാളികൾക്ക് ഉണ്ട്. ഇപ്പൊ ചേച്ചിയുടെ പറഞ്ഞു ഇന്നലെ ഒരു തെറി വിളിച്ചാണ് ഇന്ന് സപ്പോർട്ട് ചെയ്തു. അപ്പൊ ആ ഒരു മനോഭാവം ചേച്ചിയുടെ കാര്യത്തിൽ എത്രത്തോളം ലൈക്ക് എന്തൊക്കെ ഒരു റിയാക്ഷൻ ആണ് ചേച്ചി കൊടുത്തിട്ടുള്ളത്? ഞാൻ റിയാക്ഷൻ ചെയ്യാൻ പോകാറില്ല. പക്ഷെ യൂട്യൂബിൽ ലൈവ് ഇരിക്കുമ്പോഴത്തേനും എന്നോട് ആരെങ്കിലും വന്നിട്ട് ഡ്രസ്സിന്റെ കാര്യം നിങ്ങൾക്ക് എന്തായാലും ഈ ഡ്രസ്സ് ഇട്ടൂടെ, അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങളുടെ വീട്ടിലിരിക്കുന്നവർ ആദ്യം നിങ്ങൾ പോയി നോക്ക്. ഞാൻ ഉള്ള കുപ്പേരി പോലെ പെട്ടെന്ന് മറുപടി പറയുന്ന ഒരു വ്യക്തിയാണ്. അത് എവിടെ നിന്നാന്ന് അറിയത്തില്ല, കിട്ടും. അപ്പൊ അങ്ങനെ വന്നിരിക്കും. ഞാൻ ഓൺ ദ സ്പോട്ടിൽ ഞാൻ മറുപടി കൊടുക്കും. പിന്നെ കമന്റ് ബോക്സിലൊന്നും ഞാൻ അങ്ങനെ റിപ്ലൈ ഒന്നും ഞാൻ കൊടുക്കാൻ പോകത്തില്ല. അത് അവർക്ക് ഇഷ്ടമുള്ളത് ഞാൻ തുറന്ന് കൊടുത്തേക്കും. അങ്ങനെ ഇടുവോ, അടി വെക്കുവോ, പിരിയുവോ, അടിച്ച് പിരിയോ എന്തുവല്ലോ ആയിക്കോട്ടെ. അപ്പൊ എന്നാലും ഇടക്ക് ഭയങ്കര തുടങ്ങിയ സമയത്ത്, ഇപ്പൊ പിന്നെ നമുക്ക് കേട്ട് ശീലം എന്ന് പറയാം, തുടങ്ങിയ സമയത്ത് ഭയങ്കര വിഷമോ അല്ലെങ്കിൽ തിരിച്ചു പറയണമെന്നൊന്നും തോന്നാറില്ല? തിരിച്ചു പറയണോന്ന് പറയുമ്പോൾ ഞാനിങ്ങനെ പ്രതികരിക്കണം എന്നൊക്കെ വിചാരിക്കുമ്പോൾ ചേട്ടൻ നിനക്ക് വേറെ പണിയൊന്നുമില്ല, ഇനി ഒരു പണി ഇല്ലാത്തവരാണ് അവര്, നിനക്ക് വേറെ പണിയൊന്നും, നീ ഒന്ന് 10 റീൽ എടുക്കാന്ന് പറയും. എനിക്ക് അവിടെ നേരം സമയം കിട്ടണ്ടല്ലോ. ഇപ്പൊ പണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മൾ അത്യാവശ്യം ഇങ്ങനത്തെ കുക്ക് ചെയ്യണത് റീലും അല്ലെങ്കിൽ ഡാൻസ് കളിക്കുന്ന റീലും ഒക്കെയാണ്. ഇപ്പൊ അതൊന്നും അല്ലേ, ഇപ്പൊ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന റീല്, മുറ്റ പഠിക്കുന്ന റീല്, എല്ലാ റീലാണ് ഇപ്പൊ. ഓൺ വോയിസ് മതിയല്ലോ ഇപ്പൊ. ഫുള്ള് അങ്ങോട്ട് ചുമ്മാ ഇറങ്ങി വരും ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് അതൊക്കെ റീലാണ് ഇപ്പൊ. അപ്പൊ പിന്നെ നമുക്ക് എവിടെ നേരെ നമ്മളതൊക്കെ എടുത്തിടുക എന്നുള്ളത് തന്നെയാണ്.